ഹലോ മൈ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പയും മുളക് ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതുമാണ്. അപ്പോൾ കൂടുതലൊന്നുമില്ല, നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 വട്ടം നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിത് കുക്കറിലോട്ട് മാറ്റി ഒരു വിസിൽ മതി, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് സെറ്റാവും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഇനി ചമ്മന്തിക്കായിട്ട് ഞാൻ കുഞ്ഞുള്ളിയാണ് എടുത്തേക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളക്, ഉപ്പ്, ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് വേണം അരച്ചെടുക്കാനായിട്ട്, ഒത്തിരി പേസ്റ്റ് കണക്ക് അരയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇവിടെ അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തതന്നേ ഉള്ളൂ. കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കുക അടിപൊളി ടേസ്റ്റാണ്. ചിലർക്ക് നല്ല കൈ എരിയും കേട്ടോ, അതുകൊണ്ട് സ്പൂണിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് കൈ വെച്ച് മിക്സ് ചെയ്താലേ അതൊരു തൃപ്തിയാകത്തുള്ളൂ. ഇതൊക്കെ എൻ്റെ അമ്മൂമ്മയുടെ റെസിപ്പീസാണ് കേട്ടോ. അമ്മൂമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിൽ എനിക്കിത് ഉണ്ടാക്കി തരാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കപ്പയും പിന്നെ വേറൊരു സാധനമുണ്ട് കാച്ചിൽ, അതൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കി തരാറ്. അടിപൊളി ടേസ്റ്റാണ്. കൂടെ ഒരു കട്ടൻ ചായ, എന്താ രസം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കമീൻ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണക്കമീൻ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അതും ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വറുത്തെടുത്തത്. അമ്മൂമ്മയ്ക്ക് ശേഷം ഇതൊക്കെ ഉണ്ടാക്കി തരാറ് എൻ്റെ അമ്മയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. ഫൈനലി നമ്മുടെ കപ്പയും കൂട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.